നിൽക്കൂ. അങ്ങോട്ട് നോക്കൂ ഗുരു, നമ്മൾ അവരെ 4 വശത്തു നിന്നും ചുറ്റിവളച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു ചക്കരക്കുട്ട പോലെ നമ്മൾ അവരെ അല്ലടാ, അവര് നമ്മളെയാണ് ചുറ്റി വളച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ശത്രുക്കളുടെ നടുക്കാണ് എന്റെ പൊന്നു പോലെ. ശരി, നമ്മളിനി എന്താണ് ചെയ്യുക ഗുരു? എന്റെ വില്ലാളി വീരനായ പൊന്നു പോലെ ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്നിൽ തന്നെ നീ വിശ്വാസം അർപ്പിച്ച് മാറി തീരണം ഒരു സിംഹമായി. പിന്നെ ഈ ശത്രുക്കളെ നീ ചിന്ന ഭിന്നമാക്കണം. നീ ഉണരേണ്ട സമയം ഇതാണ്. നീ യുദ്ധം ചെയ്യേണ്ട സമയം ഇതാണ്. എങ്കിൽ പുറപ്പെട്ടോളൂ ഗുരു, നമുക്ക് യുദ്ധം ആരംഭിക്കാം. ആക്രമിക്കൂ. വേഗം ഗുരു. ആക്രമിക്കൂ. മുന്നോട്ട് പോകൂ ഗുരു. ആക്രമിക്കൂ. 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 വേഗം വാ പോലെ. എടാ പോലെ. എടാ പോലെ, നിനക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ല ഗുരു.
വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്റെ പൊന്നു പോലെ നിർത്ത് നിർത്ത്. എടാ ആരാണ് മുൻപിലുള്ളതെന്ന് ഒരു വട്ടം നോക്കടാ. എന്റെ പൊന്നു പോലെ എടാ, നിർത്തടാ നിർത്ത്. ജവാന്മാരെ, ഞാൻ നിങ്ങളെ രാവിലെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു തീറ്റി. പക്ഷെ നിങ്ങൾ എന്നെ നിലത്ത് നിർത്താതെ ചവിട്ടി. ഗുരു പറഞ്ഞിട്ടുള്ളത് വേദന തരുന്നവർ തന്നെയാണ് അതിന് മരുന്നും തരേണ്ടതെന്നാ. നമ്മൾ ഇദ്ദേഹത്തിന് വേദന കൊടുത്തു, അതുകൊണ്ട് മരുന്നും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. എടാ എന്റെ പൊന്ന് ചക്കരക്കുട്ട പോലെ നീ എന്താണിപ്പോ പറഞ്ഞത്? അത് വളരെ ശരിയാണ്. നമുക്ക് നമ്മുടെ മേജർ സാറിന് വേണ്ടി ഒരു പെയിൻ റിലീവർ സ്പ്രേ വാങ്ങിച്ചു കൊണ്ടുവരണം. മേജർ സാർ, എന്റെ ചക്കരെ 2 നിമിഷം താങ്കൾ കാലും പിടിച്ച് ഇവിടെ ഇരുന്നാ മതി. ഞങ്ങൾ 5 നിമിഷത്തിൽ വന്നേക്കാം. ആൽബർട്ടോ ചേട്ടോ. ഏ എടാ ആൽബർട്ടോ വീട്ടിലില്ലല്ലോ. ഇതൊരു അതിശയമാണല്ലോ പോലെ. എടാ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനായിരുന്നു അവൻ. അല്ലെങ്കിലും ആൽബർട്ടോ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് വലിയ ഗുണമൊന്നും ഇല്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെയാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത്. വാ. പറഞ്ഞോളൂ ഗുരു. ഞാൻ എന്താ പറയേണ്ടത് പോലെ? കേൾക്കൂ കേൾക്കൂ എന്ന് നീയല്ലേ പറഞ്ഞത്? അത് ശരി, കേൾക്കൂ കേൾക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെ അത് ഓർമ്മയില്ല. എന്റെ ഗുരു, കേൾക്കൂന്ന് ഞാനല്ല പറഞ്ഞത്, അങ്ങാണ് പറഞ്ഞത്. എടാ പോലെ, എന്നാൽ കേൾക്കൂ എന്ന് പറഞ്ഞത് ഞാനല്ലടാ. നോക്കൂ ഗുരു, മുത്തശ്ശൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറയൂ മുത്തശ്ശ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്താണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? ആൽബർട്ടയെ അന്വേഷിക്ക. അമൂല്യമായ ചില വസ്തുക്കൾ വാങ്ങാൻ അവന്റെ കൂട്ടുകാരനായ ലൂവിന്റെ അടുത്തേക്ക് പോയിട്ട് 2 മിനിറ്റിൽ വരാമെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു. 2000 വർഷം മുമ്പുള്ള കണ്ടോല എന്ന പഴയ പട്ടണത്തിലേക്കാണ് അവൻ പോയത്. ഓഹോ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അത്രയും പഴയ പട്ടണത്തിലേക്ക് സഹോദരൻ ആൽബർട്ടോ പോയത് എങ്ങനെയാണ്? ഒരു ചെറിയ ടൈം മെഷീനും കൊണ്ടാണ്. ഇപ്പൊ 4 ദിവസമായി, പക്ഷെ അവൻ ഇന്നും വന്നില്ല. അവൻ എന്നെ തരിച്ചാക്കിയിട്ട് ഇത്രയും ദിവസം എങ്ങോട്ടും പോയിട്ടേക്കില്ല. എന്റെ ഗുരു, ഈ മുത്തശ്ശൻ പെൻഷൻ വാങ്ങേണ്ട ഈ സമയത്ത് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുകുട്ടാ, നീ വിഷമിക്കണ്ട. മുത്തശ്ശന്റെ ടെൻഷൻ നമ്മൾ മാറ്റുകയും ചെയ്യും. മാത്രമല്ല സഹോദരൻ ആൽബർട്ടോനെ തിരിച്ചു വരുത്തുകയും ചെയ്യും. പക്ഷേ ഗുരു, പണ്ട് കാലത്തുണ്ടായിരുന്ന ഗണ്ടോല ദേശത്തേക്ക് നമ്മൾ എങ്ങനെ പോകും? ചെറിയ ടൈം മെഷീൻ ആണെങ്കിൽ ആൽബർട്ടോ കൊണ്ടുപോയിരിക്കല്ലേ. എടെ അകത്ത് ഇനിയും ടൈം മെഷീൻ ഉണ്ട്, നീ ഒന്ന് നന്നായിട്ട് നോക്ക്. ഗുരു, ഈ ടൈം മെഷീൻ നമ്മളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. ഇത് ചെറുതാ, പക്ഷെ ഇത് തന്നെ ഇതിനെ വലുതെന്ന് പറയുകയാണ്. എടെ അത് വലുതായി കൊള്ളും, നീ ആ സ്വിച്ച് ഒന്ന് അമർത്ത്. എടാ പോലെ, എന്റെ പൊന്നു മുത്തശ്ശ ചക്കുടു, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സുർത്താൽ നഗറിലെ ഓരോരുത്തരും ഞങ്ങളുടെ ജീവന് സമാനമാണ്. സഹോദരൻ ആൽബർട്ടോനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇനി ഇപ്പോൾ ഞങ്ങളുടെ മിഷൻ. പക്ഷെ അതിനു മുമ്പ് വാങ്ങേണ്ടതുണ്ട് മേജർ സാറിന്റെ പെർമിഷൻ. ഒരു കാര്യം ചെയ്യൂ, താങ്കൾ 2 നിമിഷത്തേക്ക് ഈ മിഷൻ ഒന്ന് നോക്കിക്കോളൂ. ഞങ്ങൾ 5 നിമിഷത്തിനുള്ളിൽ തിരിച്ചു വരാം. സുർത്താർ നഗറിൽ ആരായിരുന്നാലും ശരി, അവർ ആപത്തിൽ നിന്നും രക്ഷിക്കുക നമ്മുടെ ഡ്യൂട്ടിയാണ്. കേൾക്കൂ കേൾക്കൂ, സുർത്താർ നഗറിലെ ജവാന്മാരെ കേൾക്കൂ. നമ്മുടെ ആൽബർട്ടോ കാണാതായിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും നമ്മൾ അവനെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. സഹായം വേണം.
പോയേ പോയേ ആൽബർട്ടോ പോയേ. എന്നാൽ അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാം, അല്ലേ റോളി? ഞാനും നിങ്ങളോടൊപ്പം തന്നെ വരും, എന്നിട്ട് ആൽബർട്ടെ രക്ഷിക്കും. ഔ! ഓ ആശാനെ, ആദ്യം നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക. വേണ്ട, നീ വന്നാൽ എല്ലാം കുളമാകും. ഞങ്ങളോടൊപ്പം നിന്നെ ഒരിക്കലും കൊണ്ടുപോകില്ല, ഒരിക്കലും കൊണ്ടുപോകില്ല. ജവാന്മാരെ, മുന്നോട്ട് പോകാം, മുന്നോട്ട് പോകൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ചേടാ ഒന്ന് നിൽക്കൂ എന്റെ പൊന്നു മേജർ സാറേ. എംജെയും നമ്മുടെ കൂടെ കൂട്ടാം. പറയാൻ പറ്റില്ലല്ലോ ആര് എപ്പോ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുമെന്ന്. എന്തൊക്കെയാണെങ്കിലും ഇവൻ നമ്മൾക്ക് ആപത്താണ്. എന്റെ പൊന്നു മേജർ സാറേ, ഒന്നിന് പകരം 2, 2-ന് പകരം 16. എല്ലാരും ചേർന്ന് തടസ്സങ്ങളെ മറികടക്കാം. എന്നാൽ ശരി, എന്നാൽ ഈ ജവാൻ അവിടെ വന്ന് വല്ല പ്രശ്നമുണ്ടാക്കിയാൽ ഇവനെ അവിടെ തന്നെ കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. പുറപ്പെടൂ ജവാന്മാരെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇതെന്താണ്? ജവാന്മാരെ, ഒരേ സമയത്ത് നമ്മൾ ടൈം മെഷീന്റെ അകത്തേക്ക് പോകണം. ഒരേ സമയത്ത് പോകണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. കൊള്ളാലോ, ഇത് വളരെ വലുതാണല്ലോ. പപ്പടം. പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് ഈ മിഷന്റെ ക്യാപ് ടേക്കർ ടോട്ടോ. ഈ ടൈം മിഷനിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നിങ്ങളുടെ യാത്ര സുഖകരമായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ യാത്ര സുഖകരമാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഒരു പാട്ടങ്ങ് പാടിയേക്കാം. ഞാനാണ് മൈക്കിൾ ലാൽ, എന്നോടൊപ്പം പാടാൻ ഇവിടെ ഉണ്ട്. ടോട്ടു ചേട്ടാ, why you ഡിഷും me? നീ പാടിയ ഗാനം ഞാനും കേട്ടു. നീ പാടിയ ഗാനം കേട്ടതുകൊണ്ട് എന്റെ കാതിലൂടെ എന്റെ മെഷീൻ തന്നെ റിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഗാനം കാരണം എന്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുകയാണ്. നീ എന്നെ വീണ്ടും തല്ലി അല്ലേ? ഞാനിപ്പോൾ നിന്റെ ടൈം മെഷീനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കൂ. വേണ്ട എംജെ, പറഞ്ഞാ കേക്ക്. വേണ്ട, അതിൽ നിന്ന് കൈയെടുക്ക്. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ.
കഴിഞ്ഞു. ആ. ആ. സീറ്റ് ബെൽറ്റ്സ് ഓൺ. നമ്മൾ 200 AD വന്നിരിക്കുകയാണ്. ഇപ്പോൾ 300 BC, ഇപ്പോൾ 500 BC, ഇപ്പോൾ 1000 BC, ഇപ്പോൾ 3000, 5000. ഇപ്പോൾ എത്തിയിരിക്കുന്നു 10,000 BC. ഒന്ന് മാറി നിൽക്ക്, ഞാൻ പപ്പടം ഉണങ്ങാനിടട്ടെ. ജീരകം അരച്ച പപ്പടം, പപ്പടം. ഈ ചക്കരക്കുട്ട എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്താ അത്? ഗുരു ചിലപ്പോ നമ്മളെ കണ്ട് സന്തോഷിച്ചതായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്റെ പൊന്നു പോലെ. പക്ഷെ അയാളുടെ എക്സ്പ്രഷൻ കുറച്ച് വിചിത്രമായി ഇരിക്കുന്ന എന്റെ പൊന്നു പോലെ. എന്റെ ഗുരു, ഇത് ഗുഹ മനുഷ്യനാണ്. നമ്മൾ 10,000 BC-യിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പഴയ കാലമാണ്. എന്തായാലും ശരി, ഇവിടേക്ക് ആൽബർട്ടോ വന്നിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും വന്നു കഴിഞ്ഞല്ലോ. ഇനി ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ആദ്യമായിട്ട് MJ ഒരു നല്ല ആശയം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അടുത്ത ഏതോ ഒരു മാർക്കറ്റ് ഉള്ളത് പോലെ തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം. ഹാപ്പി സ്റ്റോണറ്റ് ജേണി. ഗുരു, മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നത് നല്ല രസമാണ്. ജീരകം അരച്ച പപ്പടം. ഞാനും 4 പഴം കൊടുത്ത് ഒന്ന് കുളിച്ചിട്ട് വന്നേക്കാം. ഇന്ന ഇത് കഴിച്ചോ. ഇന്ന പിടിച്ചോ എലിഫന്റ് ബനാന. അത് കഴിച്ചിട്ട് എന്നെ കുളിപ്പിക്കേ. കുളിപ്പിക്കാനേ പറഞ്ഞാലത് പറപ്പിക്കാനല്ലോ. അടിപൊളി, MJയുടെ പണി തീർന്നു. കൊള്ളാലോ. എന്റെ പൊന്നു മേജർ സാർ ചക്കരേ, ഈ യുഗത്തിലെ ദ്രാവകം കണ്ടില്ലേ അങ്ങ്? ഇവിടെ എവിടെയും കാണുന്നില്ല ഒരു നല്ല തെങ്ങ്. എന്തെങ്കിലും പറയൂ. കണ്ടോ ജവാന്മാരെ, ഇവരിതാ പത്രം വരെ വായിക്കുകയാണ്. എന്താ കാണിക്കുന്നത്?
കോക്രോച്ച് 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 യെസ് 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 ഇവനെന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദോഷുമുഷി 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 ഈ ദൂഷി മുഷി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നത് ദോഷുമുഷി എന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ശത്രുക്കളി എന്നാണ്. ഇവന്മാര് നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ പോലെ ഇവിടെയും പാടേണ്ടി വരും ഒരു പാട്ട്. ആ തക്തിൻ തക്തിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി. എനിക്കൊന്നും അറിയില്ല. എന്തെന്ന് അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ നടക്കും അറിയില്ല. നിന്നോട് വിരോധിയല്ല ഞാൻ. ഇരി 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 കൂട്ടുകാരാകാം. ഖുഷി 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 ഖുഷി. എന്തെന്ന് അറിയില്ല. പാടുന്ന സൈക്കിളിന് ടെങ്ങായ നമ്മളെ മടിയല്ല. എക്കിളിയാക്കി ഇവനെ തള്ളി തറയുടെ എക്കിളി 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 എക്കി എല്ലി. എന്തെന്ന് അറിയില്ല. എനിക്കൊന്നും അറിയില്ല. രക്ഷപ്പെട്ടു. പറയൂ, അടുത്ത് സന്തോഷിക്കാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? നീ എന്താ വിചാരിച്ചത്? ഞങ്ങളിത് പിക്നിക്കിന് വന്നിരിക്കുന്നു എന്നാണോ? കാണാതെ പോയ ആൽബർട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓ, അങ്ങനെയാണോ? Why? Why? എന്നോട് എന്താ നേരത്തെ പറയാഞ്ഞത്? പണി എപ്പോഴേ തീരുമായിരുന്നു. ആൽബർട്ടിന്റെ ഫോട്ടോ വേഗം തരൂ. ഇത് കണ്ടോ? ആൽബർട്ടോ 50 BC കണ്ടോല ദേശത്താണുള്ളത്. എന്നാൽ ഞങ്ങളെയും അവിടെ കൊണ്ടുപോകൂ. സഹോദരൻ ആൽബർട്ടെ കൊണ്ടുവന്നേ മതിയാകൂ. റെഡി? എടാ ആൽബർട്ടോ, നീ മൂന്നാമത്തെ തവണയും തോറ്റിരിക്കുക. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആൽബർട്ടോക്ക് ഇപ്പൊ തന്നെ പോയേ മതിയാകൂ. ഞാൻ അമൂല്യമായ ശേഖരങ്ങളെല്ലാം നിന്റെ കടയിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ സ്ഥലത്തേക്ക് എനിക്ക് പോകണം. ഇവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഒരിക്കൽ കൂടി എന്നോട് കളിച്ച് ജയിക്കുകയാണെങ്കിൽ 500 എണ്ണം നിനക്ക് ഞാൻ സൗജന്യമായി തരാം. സ്വപ്നത്തിൽ പോലും നിനക്കിത് ലഭിക്കില്ല. സൗജന്യമായിട്ടോ? എങ്കിൽ ഒരു ഗെയിം ഞാൻ തീർച്ചയായും ജയിക്കും. എന്തായാലും ആൽബർട്ടോ കളിക്കാം. മമ്മിയ വരൂ. മാന്യമഹാജനങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കൂ. വീരശൂര പരാക്രമി, രാജാക്കന്മാരിൽ രാജാവ്, 1200 പേരെ തന്റെ കൈകൾ കൊണ്ട് വകവരുത്തിയ നമ്മുടെ ഗാണ്ടോലയുടെ കിങ്
ശ്രീ കത്രാലു ഇതാ എഴുന്നള്ളുന്നു. നിങ്ങളുടെ മനസ്സിലെ പേടി അതുപോലെ തന്നെ ഇരിക്കട്ടെ. ആരുടെയെങ്കിലും മുഖത്ത് പേടി കുറയുകയാണെങ്കിൽ അതിനുള്ള തക്ക ശിക്ഷ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. മഹാരാജാവേ, പ്രജകളെല്ലാം രാവിലെയും വൈകിട്ടും രാത്രിയും ഭക്ഷണം കുറച്ചാണ് കഴിക്കുന്നത്. കാരണം എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള പേടിയാണ് അവർക്ക്. ഇവൻ അന്യദേശക്കാരനാണ്. ഇവന്റെ മുഖത്തിൽ ഒരു പേടിയുമില്ല. ഇവന് ശിക്ഷ നൽകിയേ മതിയാകൂ. ജനങ്ങൾക്ക് എപ്പോഴും രാജാവിനെ കുറിച്ചുള്ള പേടി മനസ്സിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ രാജാവിനൊരു നല്ല ഭരണം കാഴ്ചവെക്കാനാകൂ. മഹാമന്ത്രി, മാമാങ്കത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് പറയൂ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് മഹാരാജൻ. ഈ ഭൂലോകത്ത് തന്നെ ഇങ്ങനൊരു മാമാങ്കം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ശരി ശരി. നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമ്മുടെ ആൾക്കാർ ജയിച്ചില്ല എങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ടവരെ ഞാൻ വെറുതെ വിടുമെന്ന് മാത്രം കരുതണ്ട. ജയിക്കുവാനായി എനിക്ക് ആവശ്യം ഒറ്റ പോയിന്റ് ആണ്. ഞാൻ എന്തായാലും തീർച്ചയായും നിന്നെ തോൽപ്പിക്കും. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട, ഞാൻ തയ്യാറാണ്. Mamma mia! Mamma mia! ഞാൻ തന്നെ ജയിച്ചു. ഞാൻ ജയിച്ചിരിക്കുകയാണ്. Mamma mia! അങ്ങേക്കൊന്നും പറ്റിയില്ലല്ലോ. ആരാണ് ദുഷ്ടൻ? എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് അവൻ എന്നെ മരണപ്പെടുത്തുവാനായി അവൻ നോക്കിയിരിക്കുകയാണ്. അങ്ങോട്ട് നോക്ക്, അവനെ പിടിക്ക്. ഞാൻ തന്നെ ജയിച്ചു. മഹാരാജാവേ, ഇവനാണ് ആ ദുഷ്ടൻ. എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുവന്നത്? Mamma mia! തെറ്റ് സംഭവിച്ചു പോയി. മാറി നിക്ക്. രാജാവിനെ തൊട്ട് സംസാരിക്കുന്ന നീ. ഇതാ രാജൻ, ഇവനുള്ള ശിക്ഷ നൽകൂ. Mamma mia! വേണ്ട വേണ്ട വേണ്ട, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. മഹാമന്ത്രി, അരുളിയാലും മഹാരാജാവേ. മാമാങ്ക ഉദ്ഘാടന ദിവസം തന്നെ ഈ ദുഷ്ടന് ഒരു തക്ക ശിക്ഷ നൽകണം. അതുവരെ ഇവനെ കാരാഗൃഹത്തിൽ അടച്ചിടൂ. Mamma mia! ഞാൻ പറയുന്നത് ആര് കേൾക്കും? ഇവിടെ കിടന്നാൽ എന്റെ ജീവിതം കട്ടപ്പുകയാകും. ഗുരു, ഇത്രയും വലിയ ദേശത്ത് നമ്മൾ എങ്ങനെയാണ് ആൽബർട്ടോയെ കണ്ടുപിടിക്കുക? ജവാൻ, ഇദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങും കണ്ടിട്ടില്ല. എന്നെയല്ല, ഈ ഫോട്ടോയിലേക്ക് നോക്ക്. വരൂ മേജർ സാറേ, നമുക്ക് അവരോട് ചോദിച്ചറിയാം. നിൽക്കൂ ജവാൻ. ഇദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും എന്റെ കഴുതയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ കഴുത എവിടെയോ ചാടിപ്പോയി. ഞാൻ അതിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ശരി ജവാൻ, ഞങ്ങൾ ഇവനോടൊപ്പം നിന്റെ കഴുതയെയും അന്വേഷിക്കാം. അതിന്റെ ഫോട്ടോ തരൂ. എല്ലാ കഴുതയും ഒരേപോലെ തന്നെ ഇരിക്കും കഴുത.
പോലെ ഈ ആൽബർട്ടോ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇന്നാ മോനെ ഇത് വച്ചോ. ഏയ്, നീ ഇവിടെ ഉണ്ടായിരുന്നു. എടാ, കൊട്ടാരത്തിലേക്ക് എത്തിക്കേണ്ട കളിപ്പാട്ടങ്ങൾ നീ ഇതുവരെ എത്തിച്ചില്ല അല്ലേ? എവിടുന്നാണ് ഞാൻ അയക്കുക? ഇങ്ങനെ സൗജന്യമായി എത്ര കളിപ്പാട്ടങ്ങളാ ഞാൻ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്? അപ്പൊ നിനക്ക് മഹാരാജാവിനെ പേടിയില്ല അല്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എടാ, നീ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കണോ? നിന്റെ കട ഞങ്ങൾ അതെ, അതെ. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്റെ കടയെ ഒന്നും ചെയ്യരുത്. മഹാരാജാവിന്റെ കൽപ്പന നീ പാലിക്കില്ല അല്ലേ? ഇവന്റെ ഒരു കളിപ്പാട്ടം. മോനെ, ജീവിതത്തിൽ നമ്മെ തേടി ചെറുതും വലുതുമായി ഒരുപാട് പ്രശ്നങ്ങൾ എത്തും. ആ പ്രശ്നത്തെ നമ്മൾ ധൈര്യമായി നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ കരയരുത്. എടാ, നീ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ ചക്കരക്കുട്ട പോലെ. ഇതിനെ ശരിയാക്കി കൊടുക്ക. നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയോ നിനക്ക്? ഒരു മനുഷ്യനോട്. അദ്ദേഹത്തിന് 2 കാലുണ്ട്, 2 കൈയുണ്ട്, പിന്നെ ഒരു തലയുമുണ്ട്. ഞങ്ങൾ രാജാവ് കത്രൂലായുടെ ശിപ്പായികളാണ്. ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ മരണമായിരിക്കും. എന്റെ പൊന്ന് ചക്കരക്കുട്ടന്മാരെ, നിങ്ങൾക്കൊരിക്കലും അറിയില്ല നിങ്ങൾ ആരെയാണ് അപമാനിച്ചതെന്ന്. മനസ്സിലായോ? നീ ഞങ്ങളുടെ വഴി തടയുമല്ലേ ധിക്കാരി? ഞാൻ വേറെ ശിപ്പായികളെ കൂട്ടിക്കൊണ്ടു വരാം. നീ ഇവിടെ നിൽക്ക്. ഇനി നിങ്ങളാണ് എന്റെ ഹീറോ. എന്റെ പ്രിയ കൂട്ടുകാരെ, ആരും പേടിക്കേണ്ടതില്ല. പോലെ എല്ലാരെയും കൈകാര്യം ചെയ്തുകൊള്ളും. മനസ്സിലായോ? എന്റെ പോലെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാൻ നിങ്ങളോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇത് നമ്മുടെ ആൽബർട്ടോയുടെ പടമാണല്ലോ. എന്തൊരു അതിശയം! താങ്കൾക്ക് ഇയാളെ അറിയുമോ? ആ, ആൽബർട്ടോ എന്റെ കൂട്ടുകാരനാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. കാരണം ഈ സ്ഥലം അത്ര ശരിയല്ല. എന്ത് വില കൊടുത്തായാലും ശരി, എനിക്ക് ബോലയെ വേണം. മാമാങ്കത്തിൽ നമ്മുടെ ആളായി ബോലെ മത്സരിക്കും. അത് പിന്നെ എന്റെ സുഹൃത്ത് ആൽബർട്ടോ ഇപ്പോ വലിയ ആപത്തിൽ അകപ്പെട്ടിരിക്കുക. എന്തോന്ന് ആപത്താണടേ?
എന്റെ പൊന്ന് ചക്കരക്കുട്ട പോലെ നമുക്ക് എങ്ങനെയെങ്കിലും ആൽബർട്ടോനെ രക്ഷിച്ചേ പറ്റൂ. എന്തായാലും ഇന്ന് മാമാങ്കം തുടങ്ങുന്ന ദിവസമാണ്. അവർ തീർച്ചയായും ആൽബർട്ടോയെ അവിടെ കൊണ്ടുവരും. എന്നാൽ നമുക്ക് അവിടെ തീർച്ചയായും പോയേ പറ്റൂ. വരൂ. ഖത്തറുള്ള മഹാരാജാവ് ഖത്തറുള്ള മഹാരാജാവ് ഖത്തറുള്ള മഹാരാജാവ്. മഹാരാജൻ, ജനങ്ങൾക്കായുള്ള അങ്ങയുടെ സന്ദേശം. ഈ മാമാങ്കം ഇവിടെ നടത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിനു മുൻപ് ജംബോള രാജാവിന്റെ ഭരണകാലത്ത് സന്തോഷിക്കുവാനായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ മാമാങ്കം ഇവിടെ നടക്കുന്നത്. ഈ ഉത്സവത്തെ നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. ജംബോള രാജാവിന് നാടെങ്ങനെ ഭരിക്കണമെന്ന് അറിയില്ല. കൂടാതെ ജംബോള രാജാവ് ഇപ്പൊ എവിടെയാണെന്നും അറിയില്ല. ഏതോ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം തിരിച്ചു നമ്മുടെ രാജ്യത്തിലേക്ക് വരാതെ ഇരിക്കുകയാണെങ്കിൽ ഈ സന്തോഷം നമുക്ക് എന്നും ഉണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ രാജ്യഭരണം അദ്ദേഹത്തിന് ഞാൻ കൊടുക്കില്ല. അതിന് പകരം ഇതാ ഇവന് നൽകുന്ന ശിക്ഷയായിരിക്കും കൊടുക്കുക. ഇത് അവൻ തന്നെയാണ്. പിടിക്കവനെ. അനങ്ങരുത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്റെ കൂട്ടുകാരെ, എല്ലാരും ഓടിക്കോ, എല്ലാരും ഓടിക്കോ ഇവിടെ നിന്ന്. ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും? വിടരുത്. പിടിക്കവരെ. അല്ലല്ല, അത് കുറച്ച് കൂടുതലാണ്. ഗുരു, എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഞങ്ങൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ല. എടാ പോലെ നീ ചെയ്യ. ടിഷും ടിഷും. ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിക്കേ. അവരെ പിടിക്ക്. അവിടെ നിൽക്കാൻ. എന്റെ കൂട്ടുകാരെ, ഓടിക്കോ, എല്ലാരും ഇവിടെ നിന്ന് ഓടിക്കോ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അകത്തേക്ക് പോകൂ. കുറച്ചു പേര് ഇങ്ങോട്ട് ഓടി വരുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ആ വശത്തേക്കാണ് ഓടിയത്.
എന്റെ ലഡാകുല ചേട്ടാ, താങ്കൾക്ക് ഞങ്ങളുമായി യാതൊരു പരിചയമില്ലെങ്കിലും നന്ദിയുണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് എന്നേക്കും. ലഡാക്കുട എന്നാണ് എന്റെ പേര്. ഗുസ്തി പഠിക്കലാണ് എന്റെ ജോലി. വലിയ വലിയ മാമങ്കം നടക്കുമ്പോൾ ഞാൻ എന്റെ യോദ്ധാക്കളെ അവിടെ ഇറക്കും. നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങളുടെ കൂട്ടുകാരൻ അന്വേഷിച്ചാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോൾ അയാൾ രാജാവിന്റെ തുറങ്കിലാണ്. ആൽബർട്ടിനെ ഞാൻ പുറത്തു കൊണ്ടുവരാം. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന മാമാങ്കത്തിൽ നിങ്ങൾ എന്റെ യോദ്ധാക്കളായി ഗോദയിൽ ഇറങ്ങണം. ഞങ്ങൾ സഹോദരൻ ആൽബർട്ടോയെ രക്ഷിക്കുവാൻ വേണ്ടി എന്തും ചെയ്യും. ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അതിനു മുൻപ് നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. പൈൽവാൻമാരെ, ഇത് കൊള്ളാം ഗുരു, നല്ല രസമായിരിക്കും. ഒന്ന് നിക്കടാ പോലെ. കൊള്ളാം, അത് കലക്കി. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലശാലി പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന മാമാങ്കത്തിൽ ഇവൻ പങ്കെടുക്കും. ജവാൻ, അപ്പോ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്രമം നൽകാം. ലോകത്തിൽ നിന്ന് തന്നെ വിശ്രമം നൽകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം. നിങ്ങൾ എനിക്കെന്നല്ല, ആർക്കും പ്രയോജനമില്ലാത്തവരാണ്. ഇവരെ നമ്മുടെ മുതലകൾക്ക് ഭക്ഷണമായി കൊടുക്ക്. ഇല്ല, എന്റെ കൂട്ടുകാരെ വിടൂ ഗുരു. എന്റെ പ്രിയപ്പെട്ട പോലെ നിന്റെ കൈ പൊക്ക്, അതുപോലെ തന്നെ നിന്റെ കാലും. കേക്കടാ എന്റെ പാട്ട്. നീ ആരാണെന്ന് ഇവന്മാർക്കെല്ലാം നിന്റെ നാട്യത്തിൽ കൂടി കാണിച്ചു കൊടുക്ക്. തക് ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി. മുതലകളും കടിപിടിയായി. ഓ മുതലകളും കടിപിടിയായി. ഹലോ ഇത് ഒന്ന് കേള. ഹലോ ഇത് ഒന്ന് കേള നീ. അര പിടി വിട്ട് എന്നെ വിട്ട് ഞാനൊരു പാവം പൊട്ട പയ്യൻ. മുതലകളും കടിപിടിയായി. ഓ മുതലകളും കടിപിടിയായി. ഇത് നീയാ? ഇത് നീയാണോ? കത്തിം കിത്തിം അവിടാണ്. അവിടായാലും എവിടെയായാലും ഞാൻ എന്നും ഒരു തോട. അടി ഇടി അടി അടിയോടടി. ഇത് നീയാ? ഇത് നീയാണോ? മുതലകളും കടിപിടിയായി. ഓ മുതലകളും കടിപിടിയായി. ഇത് നീയാ? ഇത് നീയാണോ?
എന്റെ പൊന്നു ലഡാക്കുല ചേട്ടാ, നിനക്ക് ഞങ്ങളുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തീരുമാനത്തിലെത്താം. ഞങ്ങളുടെ പോലെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യില്ല, ഞങ്ങളും അവന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഇതിന് സമ്മതമാണോന്ന്? എനിക്ക് സമ്മതമാണ്. മഹാരാജൻ, അങ്ങയുടെ ആജ്ഞപ്രകാരം ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവായ ജംബോല, അതായത് അങ്ങയുടെ ജ്യേഷ്ഠൻ തന്നെ, അങ്ങയെ കാണാൻ സമ്മതം മൂളിയിരിക്കുകയാണ്. വരൂ. എന്താ സുഖമാണോ ജ്യേഷ്ഠ? എന്റെ ശിപ്പായികൾ അങ്ങേക്ക് ശല്യമൊന്നും തരുന്നില്ലല്ലോ അല്ലേ? കത്രുലാൽ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം വലിയ തെറ്റാണെന്ന് മനസ്സിലാക്ക്. രാജപദവി കിട്ടാനായിട്ട് ഗണ്ടോലയിലുള്ള പാവപ്പെട്ട ജനങ്ങളെ എല്ലാവരെയും തന്നെ നീ കബളിപ്പിച്ചിരിക്കുകയാണ്. കബളിപ്പിച്ചു. രാജപദവി, ആ പദവിക്കായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരുപക്ഷെ ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് ചേട്ടാ എനിക്ക് രാജപദവി തരൂ അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ തരില്ലായിരുന്നു. അങ്ങ് പറയുമായിരുന്നു, എന്റെ പൊന്ന് ഹത്രുല്ല മോനെ, ഈ രാജ്യം ഭരിക്കുന്നത് നീ വിചാരിക്കും പോലെ കുട്ടിക്കളിയല്ല. ഇതുപോലെയായിരിക്കും അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. ഒരു രാജാവാകാനുള്ള യോഗ്യത നിനക്കില്ല. നീ ഒരു ചെകുത്താനാണ്. എന്നെ വിട്, എന്നെ സ്വതന്ത്രനാക്ക്. ഈ ചെകുത്താന്റെ ഭരണം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ ജീവനോടെ തന്നെ വെച്ചിരിക്കുന്നത്. എന്റെ ജ്യേഷ്ഠ, ഞാൻ വിചാരിച്ചാൽ അങ്ങയെ ഇപ്പോൾ തന്നെ കൊല്ലാൻ കഴിയും. എന്നാൽ ഞാൻ ചെയ്യില്ല. എന്റെ ഈ രാജപദവിക്ക് അങ്ങയെ കൊണ്ട് ആപത്തുകൾ വരാത്തിടത്തോളം കാലം അങ്ങേക്ക് ഈ തുറങ്കലിനകത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാവുന്നതാണ്. ഇതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ കണ്ട് ഈ കണ്ടോള രാജ്യം തന്നെ നടുങ്ങി വിറയ്ക്കും. നിന്റെ മരണം ഈ കണ്ടോള രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്നിലുള്ള ഭയം വർദ്ധിപ്പിക്കും. കണ്ടൂരാം മഹാരാജാവ് ജയിക്കട്ടെ! കണ്ടൂരാം മഹാരാജാവ് ജയിക്കട്ടെ! ജവാൻ മൈക്കൽ ലാൽ, എപ്പോഴും ഒന്നായിരിക്കണം. ഐക്യമത്യം മഹാബലം. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ എനിക്കെന്തിനാ ഈ പൊല്ലാപ്പെന്ന് വിചാരിച്ച എല്ലാവർക്കും എട്ടിന്റെ പണി കിട്ടും. ഓർമ്മയിരിക്കട്ടെ, ഒരു തേനീച്ച തനിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും ജയിക്കാൻ കഴിയുകയില്ല. എന്നാൽ തേനീച്ചകൾ കൂട്ടമായി വന്നാൽ അത് എത്ര വലിയ യുദ്ധമായിരുന്നാലും ആ യുദ്ധത്തിൽ അവർ വിജയം നേടും. ലഡാക്കുളയാണ് എന്റെ പേര്. യുദ്ധം ചെയ്യലാണ് എന്റെ ജോലി. ഓ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ചേട്ടാ. ഇപ്പൊ ഇവിടെ എന്താണ് പറയാൻ വന്നെന്നുള്ള കാര്യം പറഞ്ഞാ കൊള്ളാം കേട്ടാ. മത്സരത്തിൽ തോൽവിയും ജയവും ഉണ്ടാകും. എന്നാൽ നമ്മൾ അതിൽ പങ്കെടുക്കണം. നമ്മൾ വിജയത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണം. സ്നേഹിതൻ ആൽബർട്ടോയുടെ മുക്തിക്ക് വേണ്ടിയാണ്. എങ്ങനെയാണെങ്കിലും ഈ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചേ മതിയാവൂ. എന്റെ സുഹൃത്തുക്കളെ, മേജർ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടല്ലോ. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അതുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളെ എതിർക്കാൻ വരുന്ന ശത്രുക്കൾക്ക് ഒരു നല്ല പാഠം പഠിപ്പിക്കണം.
മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഈ മഹാമാമാങ്കത്തെ ഞാൻ ഇതാ ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കൂ, ഈ മാമാങ്കത്തിന് തുടക്കം കുറിക്കാനായിട്ട് നമ്മുടെ മഹാരാജാവ് അനുവദിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ, ഗണ്ടോല രാജ്യത്തിന്റെ യോദ്ധാക്കൾ. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. എങ്കിൽ വരൂ. കൂടാതെ അങ്ങോട്ട് നോക്കൂ, അദ്ദേഹത്തിന്റെ യോദ്ധാക്കൾ. ലഡാക്കുലയാണ് എന്റെ പേര്. യുദ്ധം ചെയ്യലാണ് എന്റെ ജോലി. എന്റെ വീരയോദ്ധാക്കൾ ഇതാ എത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ, 12 ദിവസത്തെ വിശപ്പോട് കൂടി തന്റെ ഇരയെ അന്വേഷിച്ചു വരുന്നത് ആരാണ്? അങ്ങോട്ട് നോക്കൂ. ഇപ്പോൾ അങ്ങോട്ട് നോക്കൂ, മൃഗങ്ങൾക്കുള്ള ആഹാരം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. Mamma mia! സ്നേഹിത ആൽബർട്ടോ, മമമിയ, ഗുരു നിങ്ങളായിരുന്നോ? എന്റെ ജീവിതം ഇതോടെ തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മമമിയ. എന്റെ പൊന്നു ചക്കുടു ആൽബർട്ടോ, ഈ സുൽത്താൻ നഗറിലെ ജനങ്ങൾ നിന്നെ തടയില്ല. നിന്നെ രക്ഷിക്കുന്നതിൽ നിന്നും ഞങ്ങളെ ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല. മമമിയ, നിങ്ങൾക്കറിയാമോ, രാജാവെന്നും പറഞ്ഞ് അവിടെ ഞെളിഞ്ഞിരിക്കുന്ന അവനുണ്ടല്ലോ, ഒരു പേരും കള്ളനാ. ഈ ഗണ്ടോള രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവ് ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണോ കാര്യം? എന്നാൽ കേട്ടുകൊള്ളൂ എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കടമ എന്താണെന്ന്. ആൽബർട്ടോനെ മാത്രമല്ല, ഖണ്ടോലയിലെ ഈ പാവം ജനങ്ങളെയും ഈ ദുഷ്ടരാജന്റെ പിടിയിൽ നിന്നും രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. ഗുരു ബോലെ, എന്നെ രക്ഷിക്ക്. യുദ്ധം ആരംഭിക്കട്ടെ.
എടാ അടിപൊളി എന്റെ ചക്കടു. എന്റെ പോലെ അതാ ഒരുത്തൻ എണീറ്റു. ദൈവമേ, ഈ ഫൈറ്റ് ഇങ്ങനെ തുടർന്നു പോയാൽ സുർത്താൽ നഗറിൽ ആരെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. എന്ത് ചെയ്യും? ഐഡിയ. എംജെ, ഈ ദുഷ്ടന്മാരുടെ കൈകളിൽ ഇടണമടാ ഒരു പൂട്ട്. അതിന് അത്യാവശ്യമാണ് നിന്റെ പാട്ട്. ഗുരു ഓക്കേ. എടാ, ഈ സമയം നീ ഇങ്ങനെ വാമപ്പ് ചെയ്ത് കളിക്കാനുള്ളതല്ലടാ. നീ നിന്റെ സ്വപ്നം സഫലീകരിക്കൂ. പക്ഷേ ഒരു നിമിഷം. ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്? പോലെ ഇന്നാ കാതി വെച്ചു. എംജെ, ഇപ്പൊ റെഡി, നിനക്ക് തുടങ്ങാം. ഞാനാണ് മൈക്കിൾ ലാൽ, പാടും ഞാൻ അസലായി. എന്റെ പാട്ട് ആസ്വദിക്കൂ, ഞാൻ പാടും നന്നായി. എന്റെ പേര് മൈക്കിൾ ലാൽ, എന്റെ പാട്ട് കേൾക്കൂ. എന്റെ പാട്ട് കേൾക്കാൻ കൊതിക്കുന്നു ഗുരു. ഞാനാണ് മൈക്കിൾ ലാൽ. അങ്ങോട്ട് നോക്കൂ, ഗണ്ടോളയുടെ വലിയ യോദ്ധാക്കളെല്ലാം പിന്തിരിഞ്ഞോടി. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ലഡാക്കുകളുടെ യോദ്ധാക്കൾ ആദ്യമായി വിജയം രുചിച്ചിരിക്കുന്നു. ശാന്തനാവൂ മഹാരാജാവേ, ശാന്തനാവൂ. മഹാമന്ത്രി, പറയൂ മഹാരാജാവേ. ഇതൊക്കെ എന്താണ്? നമ്മുടെ യോദ്ധാക്കൾക്ക് മുമ്പിൽ മറ്റുള്ള യോദ്ധാക്കൾ ജയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പോൾ നോക്ക, കോമാളികൾ പോലെ ഇരിക്കുന്ന ചില യോദ്ധാക്കൾ വന്ന് നമ്മുടെ യോദ്ധാക്കളെ നിഷ്പ്രയാസം ജയിച്ചിരിക്കുകയാണ്. ക്ഷമിച്ചാലും മഹാരാജൻ, അടുത്ത മത്സരം തീരുമ്പോഴേക്കും ഇവരെല്ലാരും തന്നെ ജീവനോടെ ഉണ്ടായിരിക്കാൻ പാടില്ല. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല യോദ്ധാക്കൾ നമ്മുടെ യോദ്ധാക്കളാണ്. ഡ്രാക്കുളയെ വിളിക്ക വേഗം. ശരി മഹാരാജാവേ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. മറ്റൊരു കാര്യം, പറയൂ മഹാരാജൻ. മൈതാനത്തിലേക്ക് വരുന്നതിന് മുൻപ് അവരുടെ കാതുകൾ അടച്ചു വേണം കൊണ്ടുവരാൻ. കാരണം അവന്റെ പാട്ട് കേൾക്കാൻ സഹിക്കില്ല. ശരി മഹാരാജാവേ. ഇനി ഒരിക്കലും അവർക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്കൂ, ജയിച്ച യോദ്ധാക്കൾ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് നോക്കൂ, മഹാരാജാവിന്റെ പ്രിയപ്പെട്ട യോദ്ധാവ് ഡ്രാക്കുള ഇതാ രഥത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഗുരു ഇപ്പൊ എന്താ ചെയ്യുക? എല്ലാരെക്കാളും ഇവൻ ഭയങ്കരനാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേക്ക് പോലെ മനസ്സിലാക്കിക്കോ, ഈ യുദ്ധം നമ്മുടെ അവസാനത്തതായിരിക്കണം. അർജുനനെ പോലെ ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടേത്. ആൽബർട്ടയെ രക്ഷിക്കാതെ വിടരുത്. അതുവരെ നമ്മളിൽ ആരും തന്നെ തളരരുത്. മനസ്സിലായോ? അങ്ങ് പറഞ്ഞാൽ ഓക്കേ. ആക്രമിക്കൂ. നമ്മുടെ സേനയെല്ലാം ഇത്ര മോശമായിട്ട് അടി വാങ്ങുകയാണല്ലോ. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യം പോക്കാണല്ലോ. എന്തു ചെയ്യും, എന്തു ചെയ്യും, എന്തു ചെയ്യും? താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി. ഒരുപാടായി ഊഹാ ഊഹാ, ഒരുപാടായി ഊഹാ ഊഹാ. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ധൈര്യശാലികൾ. ഞങ്ങൾ ഒരു കൈയാണ് ശക്തിശാലികൾ. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ധൈര്യശാലികൾ. ഞങ്ങൾ ഒരു കൈയാണ് ശക്തിശാലികൾ. നിന്റെ ദേശം നിന്റെ ശൗര്യം ഒന്നും ഞങ്ങൾ സഹിക്കില്ല. ഒരുപാടായി ഒരുപാടായി നമ്മളൊന്ന യുദ്ധം ചെയ്താൽ പേടിച്ചോടും ഇവരെല്ലാം. നമ്മളൊന്ന് എതിർത്ത് നിന്നാൽ പമ്പ കടക്കും ഇവരെല്ലാം. ഒരുപാടായി ഒരുപാടായി ഒന്നായല്ലോ. ഇനി എന്തിനു നമുക്ക് ഭയം? ഗുരു പോലെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം. ഇനി വിജയം സുൽത്താൻ നഗർ. ഒരുപാടായി ഊഹാ ഊഹാ, ഒരുപാടായി ഊഹാ ഊഹാ. നമ്മൾ ജയിച്ചു ഗുരു. ഡ്രാക്കുളമാർ തോറ്റോടി. നീ കലക്കി കളഞ്ഞു കുട്ടാ. ഇങ്ങോട്ട് നോക്കൂ, എല്ലാ ഡ്രാക്കുളമാരും വടിയായി. അങ്ങോട്ട് നോക്കൂ, ലഡാക്കുളയുടെ യോദ്ധാക്കൾ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കില്ല.
കാരണം യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. മത്സരിക്കാൻ ഇനിയും ഒരു യോദ്ധാവ് ബാക്കിയുണ്ട്. നിന്നെ കൊണ്ട് ഈ യോദ്ധാവിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്റെ പോലെ നീ തുടങ്ങിക്കൊള്ളൂ. തക് ദിൻ താളം കൊട്ടി. ഗുരു, ഇതിനു വേണ്ടി പാട്ട് പാടേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഞാൻ തന്നെ തനിച്ച് ജയിച്ചു കൊള്ളാം. അങ്ങ് പോയി ആൽബർട്ടെ രക്ഷിക്കാൻ നോക്ക്. ഓക്കേ. ചേട്ടാ ഇവിടെ നോക്ക്. കൂട്ടുകാരെ, നിങ്ങൾ എത്തിയോ? ഗുരു, നമ്മൾ ജംബോല രാജാവിനെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാകൂ. മമ മിയ. എവിടെയാണ് അദ്ദേഹം? എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് വേഗം വാ മമ മിയ. വേഗം പോണം, സമയമില്ല. ഗുരു, എന്റെ പോലെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഒന്നും സംഭവിച്ചില്ല ഗുരു.
ആൽബർട്ടോ എന്റെ പൊന്നു മോനെ. മമ്മ മിയ, മുത്തച്ഛ, എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛ, എന്റെ അടുത്തേക്ക് ഒന്ന് വാടാ. എന്റെ മുത്തച്ഛ. ഒരുപാട് വില പിടിക്കലടാ മോനെ, ഇത് പൊട്ടി പോകൂടാ. എന്റെ പൊന്നു മോനെ, ചെറുമോനെ. മമ്മ മിയ, മുത്തച്ഛ, ഇനി മുത്തച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുകയില്ല. 4 ദിവസത്തേക്ക് മാത്രമല്ല, 4 സെക്കൻഡ് പോലും താങ്കളെ വിട്ടിട്ട് ഞാൻ പോകില്ല. നിന്നെ പിരിഞ്ഞ് എന്നെ കൊണ്ടിരിക്കാൻ പറ്റൂലടാ എന്റെ പൊന്നോമനെ കുട്ട. മമ്മ മിയ, മുത്തച്ഛ. ശരി മോനെ. എടാ പോലെ പിറകെ നോക്ക്. കത്രുല്ല, ഇത്രയും കാലം നീ ജനങ്ങളെയെല്ലാം വട്ടം ചുറ്റിക്കുകയായിരുന്നു. ഇന്ന് നിന്നെ ഞാൻ വട്ടം ചുറ്റിക്കാൻ പോവുകയാണ്. ഇന്നാ പിടിച്ചോ. ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്നെ വിടാനാ പറഞ്ഞതാ. ഗണ്ടോല രാജ്യം വിജയിക്കട്ടെ. ഗണ്ടോല ദേശം വിജയിക്കട്ടെ. ഗണ്ടോല രാജ്യം വിജയിക്കട്ടെ. സുർത്താർ നഗറിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഗുരുവിനും ബോലയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ധൈര്യവും ബലവും കൊണ്ടാണ് ഞങ്ങളെ രക്ഷിക്കാനായത്. ഈ ഖണ്ഡോള ദേശത്ത് നിങ്ങളുടെ പ്രതിമ തീർച്ചയായും സ്ഥാപിക്കും. കൂടാതെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങളെക്കുറിച്ചും നാമകരണം ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനമായിരിക്കും. അങ്ങ് അങ്ങനെ പറയരുതേ മഹാരാജാവേ, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് കാരണം ഞങ്ങളുടെ പോലെ മാത്രമാ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നത് ചെറുപ്പം മുതലേ അവന്റെ ശീലമാ. അല്ല ഗുരു, ഗുരു ഇല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വരവും അങ്ങയുടേതാണ്, താളവും അങ്ങയുടേതാണ്. അത് വച്ചാണ് ഞാൻ തന്നെ തിളങ്ങുന്നത്. ഇതൊരു ടീം വർക്ക് അല്ലേടാ കുട്ടാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. നിങ്ങൾ എല്ലാവർക്കും വളരെ വളരെ നന്ദി. ബൈ ബൈ.